ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. അതിന് നിങ്ങൾ അവോയ്ഡ് ആക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജോർജിയയിൽ എന്തൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ജോർജിയ വരേണ്ടതിന് മുന്നേ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത്. വരുന്നതിന് മുമ്പ് ഈ തെറ്റുകൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. 10 തെറ്റുകൾ, അല്ലെങ്കിൽ ജോർജിയയിൽ വന്നാൽ ഈ തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് ജോർജിയയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ പലരും ഇവിടെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. ഒരുപാട് ആളുകൾ ജോർജിയയിൽ എത്തി ചില കോമൺ മിസ്റ്റേക്കുകൾ ഇവിടെ പലരും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെറ്റുകൾ ചിലപ്പോൾ പണം വരെ നഷ്ടമാകാനും സമയം നഷ്ടമാകാനും കാരണമാകും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ജോർജിയയിൽ വരുന്നതിന് മുന്നേ അറിയേണ്ട ചില കാര്യങ്ങൾ എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറയാൻ പോകുന്ന ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഓരോതായിട്ട് പോവാം. അപ്പം എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, റെൻ്റ് എടുക്കാൻ തിടുക്കം കാണിക്കരുത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇപ്പം പലരും എയർപോർട്ടിൽ വന്ന ഉടനെ റൂം എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ നോക്കാതെയും ട്രാൻസ്പോർട്ട് നോക്കാതെയും എല്ലാവരും വന്ന് പെട്ടെന്ന് അങ്ങ് സഡൻലി അങ്ങ് എയർപോർട്ടിൽ ഇറങ്ങിയ ഉടൻ അത് ചെയ്യും. പിന്നെ യൂണിവേഴ്സിറ്റി വർക്ക് പ്ലേസ് ഡിസ്റ്റൻസ് നോക്കാതെയും എല്ലാം നോക്കാതെ അങ്ങ് സ്റ്റാഡിയാണ് ഒരു സ്ഥലങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യല്ലേ. കുറച്ച് ദിവസമെങ്കിലും ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ വന്നിട്ട്. എന്നിട്ട് നിങ്ങളൊരു കംഫർട്ടബിളായ റൂം എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ആദ്യം എടുത്തോ, പക്ഷെ പിന്നെ നിങ്ങളതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ദിവസത്തേക്കൊക്കെ എടുത്തിട്ട് അല്ലാതെ ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചിലവ്, ടാക്സി കാര്യങ്ങൾ എല്ലാം ചിലവുകളാണ്. പിന്നെ വേറൊരു ഇവിടെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടൻ ടാക്സികളുണ്ട്, അതെടുക്കാതെ നിങ്ങൾ മാക്സിമം അല്ലാത്ത വണ്ടികൾ എടുത്ത് വരിക. ഇവിടുത്തെ ടാക്സി ആപ്പ് ഉപയോഗിച്ച് വരിക. അതിനുവേണ്ടി ഞാൻ വീഡിയോ ചെയ്യാം എന്തൊക്കെയാണെന്ന്. അതും സ്കാമാണ്. അതിൽ കയറ്റി അവർ കൂടുതൽ പൈസ ആയിരിക്കും എടുക്കുന്നത്. അത് നിങ്ങൾ ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ. എനിക്ക് വേറെ പോയിന്റ് പറയാനുള്ള, വിസ റൂൾസ് അറിയാതെ ഇവിടെ ഒന്നും വരല്. മനസ്സിലായോ? ഇവിടെ വരരുത്. വിസ ടൈപ്പ്, സ്റ്റേ ഡ്യൂറേഷൻ, എൻട്രി റൂൾസ് എന്നിവ മുൻകൂട്ടി ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഇമിഗ്രേഷൻ റൂൾസ് അപ്പം മാറാം. അപ്പോൾ ഇമിഗ്രേഷൻ റൂൾസ് എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വെച്ചോ, ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നത്. എപ്പോഴും ഒഫീഷ്യൽ ഇൻഫർമേഷൻ നോക്കുക. മനസ്സിലായ? അതാണ് മെയിൻ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ക്യാഷ് മാത്രം ഇവിടെ കൊണ്ടുവരരുത്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് മാത്രം മീൻസ് ഇപ്പം ഇൻ്റർനാഷണൽ കാർഡും കാര്യങ്ങളും എല്ലാം കൂടെ കയ്യിൽ കരുതണം. അല്ലാതെ ക്യാഷ് മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ചിലർ മുഴുവൻ ക്യാഷ് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കാർഡ് എടുക്കാം, ഓൺലൈൻ ബാങ്കിങ്, എമർജൻസി ഫണ്ട്, ഇവയെല്ലാം നിങ്ങൾക്ക് കരുതണം. ജസ്റ്റ് ഇവിടെ മാത്രം അങ്ങനത്തെ ഉള്ള ക്യാഷുകൾ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. പിന്നെ കയ്യിൽ വേറെ USD കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് മാറ്റാം. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ വെതറിനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായ? വിൻ്റർ പലരും സർപ്രൈസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇവിടെ പെട്ടുപോകും. കയ്യിൽ കോട്ട് കാര്യങ്ങൾ, അതിനുള്ള ജാക്കറ്റ്സ്, അതിനുള്ള സ്വെറ്റർ കാര്യങ്ങളെല്ലാം നിങ്ങൾ കരുതിയിരിക്കണം ഇവിടെ വരണമെങ്കിൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുമുണ്ട്, ചൂടുമുണ്ട്, ഒരു മിനിമം തണുപ്പുമുണ്ട്, എല്ലാം ഉള്ള ഒരു രാജ്യം തന്നെയാണ്. സ്പ്രിങ്, ഓട്ടം 4 സീസണും വരുന്ന രാജ്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് കരുതിയിരിക്കണം. സ്നോ ഉണ്ട്, മൈനസ് ടെമ്പറേച്ചർ ഉണ്ട്, ഹെവി കോൾഡ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് വിൻ്റർ ക്ലോത്ത് എടുത്ത് വെക്കാൻ കരുതിയിരിക്കണം. ഓക്കെ. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് പഠിക്കാതെ ടാക്സി മാത്രം ഉപയോഗിക്കരുത്. ഓക്കെ. മെട്രോ, ബസ് എന്നിവ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പണം സേവ് ആക്കാം. മെട്രോ, ബസ്, ടാക്സി ഡെയിലി എക്സ്പെൻസ് കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാധനങ്ങളാണ് ഇവയെല്ലാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മെട്രോ എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ മെട്രോ നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അത്ര പൈസ ടാക്സിയിൽ കളയേണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ബസ്സുണ്ട്, ബസ്സിലൊക്കെ നിങ്ങൾക്ക് കാർഡുണ്ടെങ്കിൽ ഒരു ജെല്ല് കൊടുത്താൽ മതി. ടാക്സിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്രയും അങ്ങ് പോകണം. എല്ലാ സ്ഥലത്തും ഇവിടെ ബസ്സുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മുൻകൂട്ടി കരുതണം. പിന്നെ മെട്രോ നല്ല ചീപ്പാണ്, എല്ലാ സ്റ്റോപ്പിലും ഇറക്കാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ബസ് എടുക്കാം. അങ്ങനെ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം ഗൂഗിൾ മാപ്പ് വഴി നോക്കി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോവാം. അങ്ങനെയും ചീപ്പാണ്. അപ്പോൾ അതാണ് എനിക്ക് വേറെ പറയാനുള്ളത്. പിന്നെ ഇതിലെ ലാംഗ്വേജ് ബാരിയർ അവഗണിക്കരുത്, മനസ്സിലായി. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല. മീൻസ് ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ ഇവിടെ ആയി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴും തന്നെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് പയ്യെ ഓരോ കോളേജായാലും ഓരോ സ്കൂളുകളിലായാലും പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് ഇവിടെ കുറവാണ്. ജോർജിയൻസും റഷ്യനും ജോർജിയൻ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവും. പിന്നെ അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ജോർജിയൻ ലാംഗ്വേജ് നിങ്ങൾക്ക് എളുപ്പം ഇവിടെ തട്ടിമുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിനെ പറ്റി ഞാൻ പറയുന്നു. ഉടനെ തന്നെ വീഡിയോ ചെയ്യാം. പിന്നെ കുറച്ച് ബേസിക് ജോർജിയൻ വേർഡ്സ് പഠിച്ചാൽ ഉപകാരപ്പെടും. അതിന് പറ്റിയ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്, ചെയ്യാം. അത് ഞാൻ എന്തായാലും നിങ്ങളെ ഒന്ന് ഇതിൽ ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെ ടൂറിസ്റ്റ് സ്കാം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് പോലെ ഇവിടെയും ചില ടൂറിസ്റ്റ് ട്രാപ്പുകളൊക്കെ ഉണ്ടാവാം. പ്രൈസ് കൺഫേം ചെയ്യുക, ഒഫീഷ്യൽ സർവീസ് യൂസ് ചെയ്യുക, അല്ലാതെ തട്ടിപ്പുള്ള സർവീസുകൾ യൂസ് ചെയ്യല്ല. എല്ലാവരും എന്താണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളെ പറ്റിക്കുകയാണോ അല്ലയോ എന്നെല്ലാം നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള ബഡ്ജറ്റ് പ്ലാനിങ് ഇല്ലാതെ വരരുത്. ഒരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ നിങ്ങൾ വരിക. റെൻറ്റ്, ഫുഡ്, ട്രാൻസ്പോർട്ട്, എമർജൻസി എക്സ്പെൻസ്, മെഡിക്കേഷൻ, മരുന്നുകളൊക്കെ നിങ്ങൾ കയ്യിലൊക്കെ കരുതണം. ഇവിടെ വരുന്നവരും ട്രാവൽ ചെയ്യാനും ടൂറിസ്റ്റ് ആയാലും ആരായാലും ഒന്ന് കരുതി വയ്ക്കുക. പലരും എക്സ്പെക്റ്റഡ് ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇവിടെ വില കൂടുതലാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു ഇന്ത്യൻ റുപ്പി ഇവിടെ ഒരു ലാറി, ഇവിടെ ജോർജിയൻ ലാറി എന്നാണ് പറയുന്നത് കറൻസി, അത് ഈ നാട്ടിലെ 34 രൂപയാണ്. ഏകദേശം 34 രൂപ വരും നാട്ടിലെ വാങ്ങും. അത് വെച്ച് കണക്കാക്കിയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് വരണം. ഓക്കെ. പിന്നെ ഡോക്യുമെൻറ്റ്സ് ബാക്കപ്പ് സൂക്ഷിക്കണം. പാസ്പോർട്ട് ആയാലും ഒരു കോപ്പി കാര്യങ്ങൾ അല്ല എന്തെങ്കിലുമൊക്കെ എടുക്കണം. പാസ്പോർട്ട്, വിസ, ഇൻഷുറൻസ്, അഡ്മിഷൻ ലെറ്റർ ആണെങ്കിൽ പഠിക്കാനാണെങ്കിൽ, പിന്നെ എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ വർക്ക് വിസയൊക്കെ വരുന്നവരാണെങ്കിൽ, ടൂറിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കരുതണം. ഇവയുടെ ഡിജിറ്റൽ കോപ്പി ഫോണിലല്ലെങ്കിലോ കയ്യിലോ ക്ലൗഡിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മാക്സിമം ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേരള പോലെ കമ്പയർ ചെയ്യരുത്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അല്ലേ, കേരളയോ ഇന്ത്യയോ എന്തെങ്കിലും ആവട്ടെ, അവിടെ പോലെ നമ്മൾ കമ്പയർ ചെയ്യില്ല. ഇവിടെ നല്ല കത്തിയാണ്. ഇവിടുത്തെ കൾച്ചറും ലൈഫ് സ്റ്റൈലും ഫുഡ് വെതർ എല്ലാം വ്യത്യസ്തമാണ്. അത് നിങ്ങൾ ഓർക്കണം. ഫുഡൊക്കെ ഇവിടെ ബ്രെഡും പിന്നെ ഇവിടുത്തെ കുറേ ഫേമസ് ആയ അച്ചാപ്പൂരി അങ്ങനത്തെ കുറേ ഫുഡുകളൊക്കെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെഡൊക്കെയാണ് ഇവിടെ മെയിൻ. അതുകൊണ്ട് ഓപ്പൺ മൈൻഡ് കൊണ്ട് വരുന്നത് നല്ലതാണ്, കൂടുതൽ എൻജോയബിൾ ആകും. മനസ്സിലായോ? നിങ്ങൾക്ക് അല്ലാതെയൊക്കെ നോർമലായിട്ട് വന്നൊക്കെ എൻജോയ് ചെയ്ത് പോകാനല്ലാതെ നിങ്ങൾക്ക് നാട്ടിലെ പോലെ നിങ്ങൾ ചിന്തിക്കല്. പിന്നെ കുറേ ഇന്ത്യൻ ഷോപ്സൊക്കെ ഉണ്ട്, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും. നാട് തന്നെയാണ്, അത് വേറെ വൈബാണ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളൊന്ന് കരുതിയിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ മറക്കാതെ തന്നെ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം വരാൻ. ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവയിൽ ജോർജിയയിൽ വരുന്നവർ അവോയ്ഡ് ചെയ്യേണ്ട പ്രധാന മിസ്റ്റേക്ക് ഇവയാണ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ട പ്രധാന മിസ്റ്റേക്കുകൾ. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ജോർജിയയിൽ താമസിക്കുന്നവരോ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങളിവിടെ വരാനും എല്ലാം നിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. എന്തായാലും ഒരു അടിപൊളി കൺട്രി തന്നെയാണ്, അതിലൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ പ്രിക്കോഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ വരാനും ആയാലും എന്തായാലും ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ട വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാനിന്ന് ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.